അവസാന മിനിറ്റുകൾ വരെ മാറിമറിഞ്ഞ കോൺഗ്രസ് മന്ത്രി പട്ടികയിൽ ആധിപത്യം കെ.സി. വേണുഗോപാൽ പക്ഷത്തിന്. ക്ലൈമാക്സിൽ സർപ്രൈസ് എൻട്രിയായ റോജി എം ജോണും ഒ.ജെ. ജനീഷും കടന്നു വന്നപ്പോൾ ചാണ്ടി ഉമ്മനും മാത്യു കുഴൽനാടനും വെട്ടിപ്പോയി. പല കുറി നടന്ന വെട്ടലിനും തിരുത്തലിനും ശേഷം കോൺഗ്രസ് മന്ത്രി പട്ടിക അന്തിമമായത് ഇന്ന് വൈകുന്നേരത്തോടെയാണ്. അവസാന മിനിറ്റുകൾ വരെ മാറിമറിഞ്ഞ ചർച്ചകൾ നടക്കുകയായിരുന്നു. മാധ്യമങ്ങളടക്കം പലതരത്തിലുള്ള ആരൊക്കെ മന്ത്രിയാകുമെന്നുള്ള ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും ചില സർപ്രൈസ് എൻട്രികൾ അവസാന നിമിഷത്തിൽ കടന്നു വന്നു എന്നുള്ളതാണ്. കിരൺ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവസാന നിമിഷം ചില സർപ്രൈസ് എൻട്രികൾ വന്നു. അത് റോജി എം ജോണും ഒ.ജെ. ജനീഷ് കുമാറുമാണ്. അവർ കടന്നു വന്ന ഒരു സാഹചര്യം, അവർ കടന്നു വരാനുണ്ടായിരുന്ന സാഹചര്യം ആയിരുന്നു, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയായിരുന്നു? അതുപോലെ തന്നെ ആർക്കും തർക്കമില്ലാത്ത രീതിയിൽ, ആർക്കും പരാതിയില്ലാത്ത രീതിയിൽ ഒരു അന്തിമ പട്ടിക ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്ന് നമുക്ക് പറയാനാകുമോ? ആർക്കും പരാതിയില്ലാത്ത രീതിയിലും എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിയും ഒരു പട്ടികയും സാധ്യമല്ല. പക്ഷേ കോൺഗ്രസ് അന്തിമ പട്ടിക സത്യപ്രതിജ്ഞയ്ക്കൊപ്പം തന്നെ തയ്യാറാക്കി എന്നുള്ളത് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ചരിത്ര നേട്ടം തന്നെയാണെന്ന് പറയാം. കോൺഗ്രസിന് അങ്ങനെ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, കോൺഗ്രസിനും UDF-നും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും എല്ലാ സ്ഥാനത്തേക്കും ആര് വരും എന്നുള്ളത്, ചീഫ് വിപ്പ് അടക്കം എല്ലാ സ്ഥാനത്തേക്കും ആര് വരും എന്നുള്ള പ്രഖ്യാപനങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞു. അബു ജോൺ ജോസഫിനെ അവസാന നിമിഷം ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ അവസാന നിമിഷത്തിൽ മാറ്റം ിലുകൾ ഉണ്ടായത് എന്ന് പറയാം. തുടക്കത്തിൽ തന്നെ ചർച്ച തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യം രമേശ് ചെന്നിത്തലയുടെ വിഷയമായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ദിവസം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകാം എന്നുള്ള ധാരണയിൽ രമേശ് ചെന്നിത്തലയുമായി 2 തവണയാണ് ചർച്ച നടത്തിയത്. വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി. ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹം ചോദിക്കുന്ന വകുപ്പ് നൽകണം എന്നുള്ള ആവശ്യം ഉയർന്നു. അതേ തുടർന്ന് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പും വിജിലൻസ് വകുപ്പും നൽകാം എന്നുള്ള തരത്തിൽ ധാരണയായി. അതോടുകൂടി രമേശ് ചെന്നിത്തലയുടെ പേര് അകത്ത് കടന്നു കഴിഞ്ഞു. പിന്നീട് ആദ്യം തന്നെ അകത്ത് കടന്ന പ്രധാനപ്പെട്ട പേര് ഒന്ന് സണ്ണി ജോസഫിന്റെ പേരായിരുന്നു. സണ്ണി ജോസഫിന് KPCC അധ്യക്ഷനാണ്, അദ്ദേഹത്തിന് മന്ത്രിയാവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിനെ ഒരു തരത്തിലും മറ്റ് താല്പര്യങ്ങളൊന്നുമില്ലാതെ അകത്ത് കടന്ന പേരാണ്. പിന്നീട് കെ. മുരളീധരൻ്റെ പേരായിരുന്നു. കെ. മുരളീധരനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചതായിരുന്നു. പിന്നീടാണ് മറ്റ് ചർച്ചകളിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ചർച്ചകളിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം A.P. അനിൽകുമാറിൻ്റെ പേര്, സ്വാഭാവികമായും A.P. അനിൽകുമാർ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, പ്രത്യേകിച്ച് SC വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ്. കെ.സി. വേണുഗോപാലിൻ്റെ ഏറ്റവും 1ാം നമ്പർ വിശ്വസ്തൻ കൂടിയാണ്. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ആ തുടക്കത്തിൽ തന്നെ വന്നിരുന്നു. മറ്റൊന്ന് P.C. വിശ്വനാഥിൻ്റെ പേരാണ്. P.C. വിശ്വനാഥിനെ പഴയ A ഗ്രൂപ്പുകാരനാണ്. ഇപ്പോൾ KC പക്ഷത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും വിശ്വനാഥ് 4ാം തവണ MLA ആവുന്ന ആളാണ്. P.C. വിശ്വനാഥും ഹൈക്കമാൻഡ് കൂടി താല്പര്യമുള്ളതാണ്. ചെറുപ്പക്കാരെ ഹൈക്കമാൻഡ് നൽകിയിരുന്ന നിർദ്ദേശം ഇതാണ്: ചെറുപ്പക്കാർക്ക് പ്രാമുഖ്യം നൽകണം, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് രണ്ട് സ്ത്രീകളെങ്കിലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് 2 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം. ഇതാണ് പൊതുവായി നൽകിയിരുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം അനുസരിച്ചാണ് ബാക്കിയുള്ള ചർച്ചകളിലേക്കൊക്കെ കടന്നു വന്നത്. പിന്നീട് ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ആദ്യം ഉണ്ടായ തർക്ക വിഷയം കോൺഗ്രസിലെ ജാതി സമവാക്യങ്ങൾ അത്യാവശ്യം പാലിക്കാൻ കഴിയണമായിരുന്നു. നായർ വിഭാഗത്തിൽ നിന്നാണെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ വരുന്നതിന് വി.ഡി. സതീശനെ കൂടാതെ രമേശ് ചെന്നിത്തല വരുന്നു, കെ. മുരളീധരൻ വരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പേരും B.C. വിശ്വനാഥിൻ്റെ പേരുമാണ് പിന്നീട് ഉണ്ടായിരുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അവിടെ നിന്ന് സ്പീക്കർ സ്ഥാനത്തേക്ക് മാറ്റുന്നു. അതോടുകൂടി മന്ത്രിസ്ഥാനത്തേക്ക് P.C. വിശ്വനാഥിൻ്റെ പേരടക്കമുള്ള പിന്നീട് വന്ന ബൽറാമിൻ്റെ പേരാണ് വന്നത്, V.T. ബൽറാമിൻ്റെ പേര്. V.T. ബൽറാമിൻ്റെ പേര് ആ തരത്തിൽ അതുകൊണ്ട് പരിഗണിക്കാൻ കഴിയുന്നില്ല. V.T. ബൽറാമിൻ്റെ പേര് ഒഴിവാകുന്നു. മറ്റൊന്ന് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള പരിഗണന നോക്കുമ്പോഴും M. ലിജുവിൻ്റെയും ബിന്ദുകൃഷ്ണയുടെയും പേരാണ് ആദ്യം പരിഗണിച്ചിരുന്നത്. ആദ്യം 3 പേരെ നൽകാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അത് 2 പേരിലേക്ക് ചുരുക്കുകയായിരുന്നു. അങ്ങനെ M. ലിജുവിൻ്റെയും ബിന്ദുകൃഷ്ണയുടെയും പേരിലേക്ക് പരിഗണന വരികയും അതും കാര്യമായ തർക്കങ്ങളൊന്നും അങ്ങനെ ഒന്നും ഉണ്ടാവാതെ തീരുമാനമായിരുന്നു. മറ്റൊന്ന് തർക്കത്തിൽ നിന്നൊരു പ്രധാനപ്പെട്ട വിഷയം T. സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ, അൻവർ സാദത്ത്, ഈ 3 പേര്. T. സിദ്ദിഖിൻ്റെ പേര് K.C. വേണുഗോപാലാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ വയനാട് നിന്നുള്ള ആളാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു. വയനാട് നിന്നൊരു മന്ത്രി, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ നിന്നൊരു മന്ത്രി വേണമെന്നുള്ള ആവശ്യം, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത ആളും ഇതിൽ ആ തരത്തിലേക്ക് മന്ത്രിസ്ഥാനം കിട്ടാൻ അർഹതയുള്ള ഒരാൾ കൂടിയാണ്. മറ്റൊന്ന് പേര് വെച്ച് ഷാനിമോൾ ഉസ്മാൻ്റെ പേരാണ്. അത് വി.ഡി. സതീശനാണ് മുന്നോട്ട് വെച്ചത്. അൻവർ സാദത്തിൻ്റെ പേര് 4ാം തവണ MLA ആവുന്ന ഈ വിഭാഗത്തിൽ നിന്നുള്ളത് ഏറ്റവും സീനിയറായ MLA അൻവർ സാദത്താണ്. അൻവർ സാദത്തിൻ്റെ പേര് രമേശ് ചെന്നിത്തലയെ മുന്നോട്ട് വെച്ചു. ഇതിൽ അവസാന നിമിഷമാണ് തീരുമാനമായത്. T. സിദ്ദിഖിൻ്റെ പേരിലേക്ക് തന്നെ തീരുമാനം ആവുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് അവിടെ നിന്ന് IC ബാലകൃഷ്ണൻ്റെ പേര് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. IC ബാലകൃഷ്ണൻ്റെ പേര് മുന്നോട്ട് വെക്കുമ്പോൾ 4ാം തവണ ST വിഭാഗത്തിൽ നിന്ന് മന്ത്രിയാവുന്ന ഒരാളാണ്, MLA ആവുന്ന ഒരാളാണ് IC ബാലകൃഷ്ണൻ. IC ബാലകൃഷ്ണൻ വയനാട് നിന്നാണ്. വയനാട് നിന്ന് 2 പേരെ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. IC ബാലകൃഷ്ണനെതിരെ ചില ആരോപണങ്ങളൊക്കെ ഉള്ളതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് IC ബാലകൃഷ്ണൻ്റെ പേരിന് പകരമാണ് K. തുളസിയുടെ പേര് മുന്നോട്ട് വെക്കുന്നത്. K. തുളസിയുടെ പേര് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ K. തുളസിയുടെ പേര് വി.ഡി. സതീശൻ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. K. തുളസി വരുമ്പോൾ 2 കോട്ട പാലിക്കാൻ കഴിയും. ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച വനിത എന്നുള്ള കോട്ടയും ദളിത് വിഭാഗത്തിൽ നിന്ന് 2 പേർ എന്നുള്ള കോട്ടയും ഒരേപോലെ ഒരാളെ വെച്ച് പാലിക്കാൻ കഴിയും. അത് K. തുളസിയുടെ പേരിന് ആദ്യം വന്ന് പിന്നീട് അത്
അത് പിന്നണിയിലേക്ക് പോയി വീണ്ടും ചർച്ചയിലേക്ക് വന്നാണ് കെ എ തുളസിയുടെ പേര് അങ്ങനെ ഫൈനലാവുന്നു. കെ എ തുളസിയുടെ പേര് വെച്ചതോടുകൂടി സ്വാഭാവികമായും പിന്നീട് പാലക്കാട് ജില്ലയുടെ പ്രാതിനിധ്യം കൂടിയായി കെ എ തുളസി. മറ്റ് പ്രധാനപ്പെട്ട മന്ത്രിമാർ പലരും വന്നിരുന്നത് എറണാകുളത്തിന് തെക്ക് നിന്നായിരുന്നു. അപ്പോൾ പാലക്കാടിൻ്റെ പ്രാതിനിധ്യം അവിടെ കെ എ തുളസി കൊണ്ട് ഉറപ്പാകുന്നു. 2 വനിത എന്ന പ്രാതിനിധ്യം ഉറപ്പാകുന്നു. പിന്നീടും ഷാനിമോൾ ഉസ്മാൻ്റെ കാര്യത്തിൽ ഇവരെക്കാളൊക്കെ സീനിയറാണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാൻ ദേശീയ തലത്തിലടക്കം നേതൃത്വം പദവി വഹിച്ച ആളാണ്, മുതിർന്ന നേതാവാണ്. ഷാനിമോൾ ഉസ്മാന് വേണ്ടി ഉറച്ച നിലപാടുമായി വി ഡി സതീശനിൽ നിന്ന് അങ്ങനെയാണ് അവസാനം മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഷാനിമോൾ ഉസ്മാനെ വെക്കാം എന്നുള്ള ധാരണയിലേക്ക് ഷാനിമോൾ ഉസ്മാൻ്റെ പേരെത്തുന്നത്. പിന്നീട് വീണ്ടും പ്രധാനപ്പെട്ട തർക്കമായി നിന്നത് എസ് സി വിഭാഗത്തിൽ നിന്ന് 2 പേർ എ പി അനിൽകുമാറും കെ എ തുളസിയുമാകുന്നു. വനിതകൾ 2 പേർ ബിന്ദു കൃഷ്ണയും കെ എ തുളസിയും വരുന്നു. അങ്ങനെ ആ 3 പേരെ വെച്ച് ഹൈക്കമാൻഡ് 2 കോട്ട പാലിക്കാൻ പൂർണ്ണമായും കഴിഞ്ഞു. പിന്നീടാണ് പ്രധാനമായും ശിവഗിരി മഠത്തിലെ സന്യാസിമാരടക്കം വന്നുകൊണ്ട് ഒരു വിഷയം പ്രധാനമായും ഉന്നയിച്ചത്. ഈഴവ വിഭാഗത്തിൽ നിന്നും പിന്നോക്ക വിഭാഗം ഒ ബി സി വിഭാഗങ്ങളിൽ നിന്ന് ആകെ 2 പേർ മാത്രമാണ് മന്ത്രിസ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നത്. മറ്റേതെങ്കിലും ഒരു ഒ ബി സി വിഭാഗത്തിൽ നിന്നും ആരും മന്ത്രിസ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ കേരളത്തിലെ ഒരു 4-1 വരുന്ന 23-24% വരുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് 2 പേർ മാത്രമായി ചുരുങ്ങുന്നു എന്നുള്ളത് അതൊരു സാമുദായിക സമവാക്യത്തിൽ അത് കുറവാണ്. അത് 3 പേർക്കെങ്കിലും കുറഞ്ഞത് കൊടുക്കണമെന്നുള്ള ധാരണയിലേക്ക് പോകുന്നു. അപ്പോൾ 2 പേർ ഇവിടെ നിന്ന് വന്നു, ലിജുവും ബിന്ദു കൃഷ്ണയും വന്നു കഴിഞ്ഞാൽ പിന്നീട് ആര് എന്നുള്ള ചോദ്യത്തിലേക്കാണ് വന്നത്. പ്രധാനമായും 3 പേരുകളാണ് ഉയർന്നത്. അതിൽ കെ സി വേണുഗോപാലിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവരെല്ലാം. പക്ഷേ ഇപ്പോൾ പലർക്കും ഈ അവസാന നിമിഷമൊക്കെ മറ്റു പല നേതാക്കളുമായിട്ടും ഒക്കെ ചില ബന്ധങ്ങളൊക്കെ വി ഡി സതീശനുമായിട്ടൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സുമേഷ് അച്യുതൻ്റെ പേര് വന്നപ്പോൾ അത് പാലക്കാട് കെ എ തുളസിയുടെ പ്രാതിനിധ്യമായി. അതുകൊണ്ട് പാലക്കാട് നിന്ന് ഇനി ഒരാളെ പരിഗണിക്കേണ്ടതില്ല. പിന്നീട് പരിഗണനയില്ലാത്ത 2 ജില്ലകൾ കോഴിക്കോടും തൃശ്ശൂരുമായിരുന്നു. കോഴിക്കോട് നിന്ന് കെ ജയന്തിൻ്റെ പേര് വന്നപ്പോൾ അത് പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. കെ ജയന്ത് നേരത്തെ കെ സുധാകരൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുമൊക്കെ അന്നത്തെ ചില ആരോപണങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അത് കെ ജയന്തിനെ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോഴാണ് പിന്നീട് ഒ എ ജനീഷിൻ്റെ പേര് വന്നത്. ഒ എ ജനീഷ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാമുഖ്യം, ചെറുപ്പക്കാരൻ എന്ന പ്രാമുഖ്യം മന്ത്രിസഭയിൽ ഏറ്റവും ചെറുപ്പക്കാരനായിരുന്നു ഒ ജെ ജനീഷാണ്. യഥാർത്ഥത്തിൽ ഒ ജെ ജനീഷിൻ്റെ പേരാണ് ഏറ്റവും അപ്രതീക്ഷിതമായി ഏറ്റവും അവസാനം വന്നത്. അങ്ങനെ മന്ത്രിസഭാ പരിഗണനയിലെങ്കിലും അതിനു മുമ്പ് വരികയോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒ ജെ ജനീഷ് പോലും അത്തരത്തിൽ ഏതെങ്കിലും ഒരു നീക്കം നടത്തുക ഒന്നും ചെയ്യാതെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു കോട്ട പാലിക്കണം, അവിടെ ഒരു യുവാവിനെ കൂടി വിടണം, അത് ഒ ജെ ജനീഷിൻ്റെ സഹായമായി അത് ഒ ജെ ജനീഷിൻ്റെ പേര് വരുന്നു. പിന്നീട് ഉണ്ടായ ഒരു പേര് റോജി എം ജോണിൻ്റെ പേര്, ചാണ്ടി ഉമ്മൻ്റെ പേര്, മാത്യു കുഴൽനാടൻ്റെ പേര് എന്നതായിരുന്നു. ഈ 3 പേരുകളാണ് ഉണ്ടായിരുന്നത്. ഈ 3 പേരുകൾ 3 പേരും കെ സി പക്ഷത്ത് തന്നെ നിൽക്കുന്ന പേരുകളായിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മൻ്റെ പേര് വെട്ടാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങളൊക്കെ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. നേരത്തെ തന്നെ ചാണ്ടി ഉമ്മൻ്റെ പേരിന് വേണ്ട എന്നുള്ള നിലപാടിൽ വി ഡി സതീശൻ പ്രധാനമായും ഉന്നയിച്ചത് റോജി എം ജോണിൻ്റെ പേരാണ്. റോജി എം ജോൺ നേരത്തെ കെ സി പക്ഷത്തൊക്കെ നിന്നാണ്. പക്ഷേ ഇപ്പോൾ വി ഡി സതീശനുമായി അടുപ്പം പുലർത്തുന്ന നേതാവ് കൂടിയാണ് റോജി എം ജോൺ. അവിടെ ഒരു തടസ്സമായി നിന്നത് ഈ ജാതി സമവാക്യം തന്നെയാണ്. റോമൻ കാത്തലിക് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് എല്ലാ ഘട്ടത്തിലും ഇതുവരെയുള്ള ഘട്ടത്തിലെല്ലാം കോൺഗ്രസ് ഒരാളെയാണ് മന്ത്രിയാക്കുന്നത്. ഒരാളെ 2 ക്രിസ്ത്യൻ വിഭാഗത്തിൽ 2 പേർ മന്ത്രിയാകുന്നെങ്കിൽ ഒരാൾ കാത്തലിക് വിഭാഗവും ഒരാൾ നോൺ കാത്തലിക്, അങ്ങനെയാണ് കോൺഗ്രസ്. ഒന്നുകിൽ അത് ഓർത്തഡോക്സിനോ അല്ലെങ്കിൽ യാക്കോബയോ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വരുന്നു. അതായിരുന്നു കോൺഗ്രസിൻ്റെ സമവാക്യം. പക്ഷേ ആ കാലത്തെല്ലാം ഉണ്ടായിരുന്ന മറ്റൊരു വിഷയമാണ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചത്. ആ ഘട്ടത്തിലെല്ലാം കേരള കോൺഗ്രസിൽ നിന്ന് 2 മന്ത്രിമാരുണ്ടായിരുന്നു. കേരള കോൺഗ്രസിൽ 2 മന്ത്രിമാരും ആർ സി വിഭാഗത്തിൽ നിന്ന് തന്നെ വരുന്ന കാത്തലിക് വിഭാഗത്തിൽ നിന്ന് വരുന്ന മന്ത്രിമാരാണ്. ഇത്തവണ ഒരു മന്ത്രി മാത്രമേ ഉള്ളൂ, അത് മോൻസ് ജോസഫാണ്. മോൻസ് ജോസഫ് വരുമ്പോൾ മന്ത്രിസഭയിൽ ആകെയുള്ള കാത്തലിക് വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം അത് വീണ്ടും 2ആയി ചുരുങ്ങും. അവിടെ ഒരാൾ കൂടി നൽകാം എന്നുള്ളതാണ് റോജി എം ജോണിന് സ്വാഭാവികമായിരുന്നു. റോജി എം ജോൺ കൂടി എറണാകുളത്ത് നിന്ന് വന്നതോടുകൂടി അവിടെ നിന്നുള്ള മാത്യു കുഴൽനാടിൻ്റെ പേരിനെ പ്രധാനമായും ആ പേര് വെട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടായി. വി ഡി സതീശൻ മാത്യു കുഴൽനാടിനെ വെട്ടുക എന്നുള്ള, അദ്ദേഹത്തെ ഉൾപ്പെടുത്തരുത് എന്നുള്ള നിലപാട് വി ഡി സതീശന് കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. അത് റോജി എം ജോണിലൂടെ സമർത്ഥമായി നടപ്പിയെടുക്കാൻ വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ചില പേരുകൾ വി ഡി സതീശൻ റോജി എം ജോണിൻ്റെയും എൻ ശക്തൻ്റെയും പേരാണ് ഏറ്റവും ശക്തമായി മുന്നോട്ട് വെച്ചത്. ഈ 2 പേരുകൾ മുന്നോട്ട് വെക്കുമ്പോൾ എൻ ശക്തനെ അവിടെ അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും എൻ ശക്തൻ്റെ സ്ഥാനത്തിന് പകരം അവിടെ റോജി എം ജോൺ ഒരു പേര് അംഗീകരിക്കണം. അങ്ങനെ റോജി എം ജോണിൻ്റെ പേര് അവിടെ അവസാന നിമിഷം അംഗീകരിക്കുന്നു. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അവസാന നിമിഷം ഹൈക്കമാൻഡിലേക്ക് ഈ ലിസ്റ്റ് പോകുന്നതിന് ഏകദേശം 5 മിനിറ്റ് മുമ്പാണ് ഈ ലിസ്റ്റിൽ ഒരു അന്തിമ തീരുമാനം ഈ നേതാക്കൾ തമ്മിൽ ഉണ്ടാക്കുന്നത്. ഇതായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയല്ല മന്ത്രിസഭയിലേക്കുള്ള അന്തിമ പട്ടിക സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നത്. ഈ ചർച്ചയിലൂടെ അവസാനം കടന്നു വന്ന
രണ്ട് പേരുകളാണ് റോജി എം ജോണിൻ്റെ പേരും അതോടൊപ്പം തന്നെ ജനീഷ് കുമാറിൻ്റെ പേരും. ഇവർ രണ്ടുപേരും കടന്നു വന്ന സാഹചര്യവും ഈ രണ്ട് സമവാക്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയുള്ള നീക്കം കൂടിയായിരുന്നു ഈ രണ്ട് പേരുകളും. അതാണ് അതിനുശേഷമാണ് കോൺഗ്രസ് പട്ടിക നേരെ ഹൈക്കമാൻഡിനെ അയക്കുന്നത്. ഹൈക്കമാൻഡ് 5 മിനിറ്റ് കൊണ്ട് തന്നെ അങ്ങനെ ഇവിടെ തർക്കമില്ലാതെ അയച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഉണ്ടായൊരു ധാരണ എന്ന് പറഞ്ഞാൽ തർക്കമുള്ള പേരുകൾ 1-2 പേര് വെച്ചിട്ട് അയക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഇവർ 3 പേരും ചേർന്ന് തർക്കമില്ലാതെ ഈ പേര് പരിഹരിക്കാൻ കഴിഞ്ഞു. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണെന്ന്, അസാധാരണമായ നേട്ടമാണെന്ന് തന്നെ പറയാം. കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെ തർക്കമില്ലാതെ പരിഹരിക്കാൻ കഴിയുക എന്നുള്ളത് അസാധാരണമാണ്. അതെന്തായാലും സാധ്യമായിരിക്കുന്നു. ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഈ 11+1 12 എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അടങ്ങുന്ന പട്ടികയും അതോടൊപ്പം തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു തിരുവഞ്ചൂരിൻ്റെ പേര് സ്പീക്കർ സ്ഥാനത്തേക്ക് കടന്നു വരുന്നതും ഷാനിമോൾ ഉസ്മാൻ്റെ പേര് കടന്നു വരുന്നതും ചീഫ് വിപ്പ് സ്ഥാനം അത് കേരള കോൺഗ്രസ് ജെയ്ക്ക് കൊടുക്കുന്നു, ജോസഫ് വിഭാഗത്തിന് കൊടുക്കുന്നു. ജോസഫ് വിഭാഗത്തിന് കൊടുത്ത് അവർക്ക് 7 പേരുണ്ടായിട്ടും ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ് നൽകുക. അതുകൊണ്ട് 2 ക്യാബിനറ്റ് പദവി, ഒരു മന്ത്രി ഒരു ക്യാബിനറ്റ് പദവി എന്നുള്ളതായിരുന്നു. അങ്ങനെ അത് ജോസഫ് വിഭാഗത്തിന് കൊടുക്കുന്നു. എന്തായാലും എല്ലാ സ്ഥാനത്തിൻ്റെ കാര്യത്തിലും കൃത്യമായ തീരുമാനമായിരിക്കുന്നു. ലീഗ് മാത്രം കോഴിക്കോടിന് പ്രാതിനിധ്യമില്ല. യഥാർത്ഥത്തിൽ കോഴിക്കോട് പോലെ കഴിഞ്ഞ തവണ LDFിൻ്റെ കയ്യിൽ നിന്നൊരു മണ്ഡലം പിടിച്ചെടുത്തതാണ്. പക്ഷേ അവിടെ പ്രാതിനിധ്യമില്ലാത്തതുകൊണ്ട് ലീഗിൻ്റെ ഒരു മന്ത്രി പാറക്കൽ അബ്ദുള്ളയെ 2.5 വർഷത്തിന് ശേഷം മന്ത്രിയാക്കാമെന്നുള്ളത് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഏകദേശം നടന്ന ഈ ലീഗിലും കോൺഗ്രസിലും ഒക്കെ നടന്ന പ്രധാനപ്പെട്ട UDFിലും ഒക്കെ നടന്ന പ്രധാനപ്പെട്ട ചർച്ചകളുടെ ഒരു ചുരുക്കരൂപം ഏകദേശം നമുക്ക് ഇങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക. ശരി, പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.